أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم ويزيدهم من فضله وأما الذين استنكفوا واستكبروا فيعذبهم عذابا أليما ولا يجدون لهم من دون الله وليا ولا نصيرا يا أيها الناس قد جاءكم برهان من ربكم وأنزلنا إليكم نورا مبينا فأما الذين آمنوا بالله واعتصموا به فسيدخلهم في رحمة منه وفضل ويهديهم إليه صراطا മുസ്തഖീമാ. ഇതിൽ പറയണ എന്താന്ന് വിചാരിച്ചാൽ, വിശ്വാസം ഈമാനും സൽപ്രവർത്തികളും ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് വിനയാണ് ഉണ്ടാവുക. അയാൾ വിനീതനാവുകയാണ് ചെയ്യുക. എത്ര കണ്ട് അവൻ്റെ ഈമാനും അതേപോലെ തന്നെ ഇസ്ലാമികമായ അവൻ്റെ ജീവിതവും എത്രമാത്രം മെച്ചപ്പെടുന്നുവോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അവന് വിനയാണ് ഉണ്ടാവും. എന്നാൽ ദൈവനിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങേയറ്റത്തെ കടുത്ത ധിക്കാരികളും അഹങ്കാരികളുമായിരിക്കും എന്നതാണ് ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. അതിപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്നൊരു കാര്യമാണ്. എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കാണെന്ത്, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ പറയും. അള്ളാഹുവിനല്ലാതെ കഴിവില്ല, അള്ളാഹുവിനല്ലാതെ ശക്തി ഇല്ല എന്നാണ് പറയണത്. അപ്പോൾ ഒരു വിശ്വാസിന്റെ മനസ്സിൽ എപ്പോഴും എല്ലാം അള്ളാഹുവാണ്. അപ്പോൾ എനിക്കൊന്നും സ്വന്തമായിട്ട് കഴിയൂല. മനുഷ്യന് എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുമെന്ന് തോന്നുമ്പോഴാണ് അവന് അഹങ്കാരം ഉണ്ടാകും. മനസ്സിലായില്ലേ? കുറച്ച് പണം കൂടുമ്പോൾ എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, എന്നെ കൊണ്ട് പണം കൊണ്ട് എന്തോ ആവാം, അല്ലെങ്കിൽ എനിക്ക് ശാരീരികമായ ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്ഥാനമുണ്ട്, എനിക്ക് പദവി ഉണ്ട്, അപ്പം അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ പറ്റും, അതുകൊണ്ട് ഞാൻ നിലനിൽക്കും, അതുകൊണ്ട് ഞാൻ അതിജീവിക്കും എന്നൊക്കെ വിശ്വസിക്കുമ്പോഴാണ് മനുഷ്യൻ എന്താകുന്നത്, മറ്റൊന്നിനും കീഴ്പ്പെടാത്ത അഹങ്കാരിയായി മാറുന്നത്. പക്ഷെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ എത്രമാത്രം നിസ്സാരരാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് നമ്മളെ കൂടുതൽ എന്ത് ചെയ്യും, വിനയാന്വിതരാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് വിശ്വാസം ഒരു മനുഷ്യനിൽ വിനയമുണ്ടാക്കുന്നു, എന്നാൽ അവിശ്വാസം ഒരു മനുഷ്യനിൽ എന്ത് ചെയ്യുന്നു, ധിക്കാരിയാക്കി മാറ്റുന്നു എന്നാണ്. പിന്നെ ഇവിടെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുന്നുണ്ട്. രണ്ടിൻ്റെയും വിശ്വാസത്തിനും സൽക്കർമ്മങ്ങൾക്കും കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചും അല്ലാത്തിന് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ശിക്ഷ എന്ന് പറയുമ്പോൾ അതിലേറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ അവിശ്വാസികളായ ആളുകൾ നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് എന്ത് വെച്ചാൽ, വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന അവർക്ക് നരകത്തിനേക്കാളും വേദന അതായിരിക്കുന്നതാണ്. വിശ്വാസികൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ജീവിത സൗകര്യങ്ങളും സംവിധാനങ്ങളും കാണുമ്പോഴാണ് എന്ത് ചെയ്യാം, അവർക്ക് ഭയങ്കരമായ നിരാശയായിരിക്കുന്നതാണ്. ആ നിരാശയുടെ വേദനയാണ് പരലോകത്ത് അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു വേദന എന്നാണ്. പിന്നെ എന്തൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും മനുഷ്യനത് കൂടുതൽ ബുദ്ധിമുട്ടാവും എപ്പോഴാന്ന് വെച്ചാൽ, അവിടുന്ന് പിന്നെ നമുക്ക് ഇനി ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടൂല എന്ന് മനസ്സിലാകുമ്പോഴാണ് അവന് ഏറ്റവും വലിയ നിരാശ ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അവിശ്വാസികൾക്ക് ഏറ്റവും പരലോകത്ത് പ്രധാനം. ഒന്ന്, വിശ്വാസികൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഖേദം. രണ്ടാമത്തെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകൂല എന്നുള്ള ഒരവസ്ഥ. അതാണ് അവരെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്നത് വലിയ
എന്താണ്? അനുഗ്രഹങ്ങളാണ്. വലിയ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യനൊരിക്കലും ചിന്തിക്കുവാനും കണക്കാക്കുവാനും പറ്റാത്ത അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? മനുഷ്യന് പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ വെച്ച് നൽകുന്നത്. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതാണ്. പിന്നൊരു കാര്യം എന്താണ്? ഖുർആനിനെ കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഏറ്റവും ശക്തമായ, പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു രേഖയാണെന്ത്? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, അല്ലെങ്കിൽ പ്രവാചകൻ, രണ്ടും പറയാം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ എല്ലാ നന്മകളെയും ഉൾക്കൊള്ളുന്നു, എല്ലാ തിന്മകളെയും നിരാകരിക്കുന്നു. എല്ലാ നന്മകളെയും ഉൾക്കൊള്ളുകയും എല്ലാ തിന്മകളെയും നിരാകരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഖുർആനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റിയ ഒരു പേരാണ് നൂറുൻ മുബീൻ, വ്യക്തമായ വെളിച്ചം. അന്നൂറു സാത്യ, ശരിക്കും തെളിഞ്ഞു നിൽക്കുന്ന, പ്രകാശിച്ചു നിൽക്കുന്ന വെളിച്ചമെന്ന് പറയാൻ പറ്റുന്നത്. അതായത് മനുഷ്യന് പ്രതികൂലമായതെല്ലാത്തിനെയും ഇരുട്ടെന്നും അനുകൂലമായതിനെ എല്ലാം വെളിച്ചമെന്നാണ് പറയുന്നത്. അപ്പം മനസ്സിലൊരു ആശയക്കുഴപ്പം ടെൻഷനൊക്കെ ഉണ്ടായാൽ അത് ഇരുട്ടാണ്. അതിനൊരു വ്യക്തത വന്നാലോ അത് വെളിച്ചമാണ്. മനസ്സിലായി? അതേപോലെ തന്നെ നമുക്കൊരു വിഷയത്തെക്കുറിച്ച് അറിയാതിരിക്കുമ്പോൾ അത് ഇരുട്ടാണ്. അതിൽ നമുക്ക് അറിയുമ്പോൾ നമുക്ക് എന്താണ്? അത് വെളിച്ചമാണ്. തിന്മ ഇരുട്ടാണ്, നന്മ വെളിച്ചമാണ്. അപ്പോൾ വ്യക്തമായ ഒരു വെളിച്ചമെന്ന്, എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം, എല്ലാ തിന്മകളെയും നിരാകരിക്കുന്ന ഗ്രന്ഥം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് എന്ത് പറയാം? ഒരു വ്യക്തമായ പ്രകാശം എന്ന് പറയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മുറുകെ പിടിച്ച് അവൻ്റെ അനുഗ്രഹങ്ങളിൽ പ്രതീക്ഷിച്ച് അവനെ തവക്കുലാക്കി ജീവിക്കണം എന്നാണ് അത് 75-ാമത്തെ ആയത്തിൽ പറയുന്നത്. നോക്കുന്നു, നമ്മൾ വായിച്ചു നോക്കാം. അമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, എന്നാൽ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇപ്പൊ വിശ്വാസം, സൽപ്രവർത്തനം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സൂറത്തുൽ അസ്ർ അല്ലേ? സൂറത്തുൽ അസ്ർ, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. 4 കാര്യമാണ് അതിൽ പറയണത്. ആ 4 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നാസിർ സാദി റഹ്മുള്ള പറയുന്നുണ്ട്, 2 കാര്യം ഒരു മനുഷ്യനെ പൂർണ്ണമാക്കാനുള്ളതാണ്. 2 കാര്യം. ഒരു മനുഷ്യൻ പൂർണ്ണമാകുക എങ്ങനെ? അവന്റെ വിശ്വാസവും സൽക്കർമ്മങ്ങളും എത്രയുണ്ടോ അതിനനുസരിച്ച് നമ്മൾ പൂർണ്ണനാകും. ഇപ്പൊ 2 കാര്യം നമ്മളെ പൂർണ്ണനാക്കാൻ. മറ്റൊരെണ്ണോ യുക്കമ്മിലു ഗൈറഹു, മറ്റുള്ളവർക്ക് പൂർണ്ണത നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് 2 കാര്യങ്ങൾ. അതാണ് വതവാ സൗബിൽ ഹക്കി വതവാ സൗബി സബർ. നമ്മൾ ഉൾക്കൊണ്ട സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ നല്ല മനുഷ്യനാവും. അതിന് അവന് ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നീക്കിക്കൊടുത്ത് അവന് ധൈര്യം പകർന്ന് അവനെ ആശ്വസിപ്പിച്ച് അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ അതാണ് വതവാ സൗബി സബർ. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ സംക്ഷിപ്തമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞ് സൂറത്തുൽ അസ്ർ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും ആവശ്യമില്ല എന്ന്. അതാണ് ലവസിഅതുഹു എന്നാണ്, അത് മതി അവർക്ക് എന്നാണ്. അത്ര സമ്പൂർണ്ണമാണ് ആ സൂറത്ത് എന്നാണ്. അവിടെ സഹാബത്ത് തമ്മിൽ കാണുമ്പോഴൊക്കെ ഈ സൂറത്ത് ഓതി കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയണത് അതുകൊണ്ടാണ്. അപ്പൊ ഈമാനും അമലു സ്വാലിഹാത്തുമാണ് ഒരു മനുഷ്യനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഈമാൻ ഉണ്ടാകാൻ എന്ത് വേണം? നമ്മൾ പഠിക്കണം. അറിവ് കൊണ്ട് മാത്രമേ ഈമാൻ ഉണ്ടാവുള്ളൂ. അറിവിൽ നിന്നാണ് അപ്പൊ അറിവ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി തോന്നും. അങ്ങനെ നമ്മൾ ഓരോ പുണ്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളുടെ ആ വിശ്വാസി എന്ന അല്ലെങ്കിൽ മനുഷ്യൻ എന്ന ആ അവസ്ഥ എങ്ങനെ എന്ത് ചെയ്യും? ഉയർന്നു വരും. നമ്മളൊരു സമ്പൂർണമായ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, ഫയുവഫീഹിം ഉജൂറഹും വയസീദുഹും മിൻ ഫളലിഹി. ഫയുവഫീഹിം ഉജൂറഹും, അവരുടെ പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യും? അവരുടെ പ്രതിഫലത്തെ അവൻ പൂർത്തിയാക്കി കൊടുക്കും. പ്രതിഫലത്തെ പൂർത്തിയാക്കി കൊടുക്കും. പ്രതിഫലത്തെ പൂർത്തിയാക്കി കൊടുക്കും എന്ന് പറയുമ്പോൾ അതുകൊണ്ടുള്ളൊരു ഉദ്ദേശം എന്താണെന്ന് വിചാരിച്ചാൽ, ഓരോ
ഒരേ കർമ്മം തന്നെ ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളുടെ അവസ്ഥക്കനുസരിച്ച് കുല്ലുൻ ബിഹസ്ബി ഈമാനിഹി വ അമലിഹി എന്നാണ്. ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ ഈമാനും ആ അമലും നോക്കിയിട്ടാണ് കൂലി നിശ്ചയിക്കുക. അങ്ങനെ കൂലി നിശ്ചയിക്കുക. എത്രമാത്രം വിശ്വാസത്തോടെയാണ് നമ്മളത് ചെയ്യണത്. ശരിക്കും ഈ സൂറത്തു നിസായിൽ തന്നെ 102-ാമത്തെ ആയത്തിൽ ഈ സ്വലാത്തുൽ ഖൗഫിനെ പറ്റി പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് അവിടെ പറയണത് സ്വലാത്ത് എന്നുള്ളത് മീസാനുൽ ഈമാനാണെന്ന്. ഒരു മനുഷ്യന്റെ ഈമാനിന്റെ മീസാൻ അവന്റെ നിസ്കാരാണ്. നിസ്കാരത്തോട് അവൻ കാണിക്കുന്ന പ്രതിബദ്ധതയാണ് അവന്റെ ഈമാനിന്റെ അളവുകോൽ എന്നാണ്. അപ്പൊ ഈമാനിൽ നിന്നാണ് എന്താണ് അമലുണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസം എത്ര ശക്തമാണ്, നമ്മുടെ കർമ്മങ്ങൾ എത്രമാത്രം ആ കർമ്മം ഉന്നതമാണ് എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമുക്കതിലുള്ള പ്രതിഫലങ്ങൾ തരുന്നത്. അതാ ഫയുവഫീഹിം ഉജൂറഹും, അവിടെ പ്രതിഫലങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു സഫിൽ നിന്ന് നിസ്കരിച്ചാലും ഒരേ കൂലി അമ്മക്കൊക്കെ കിട്ടൂല. ഓരോരുത്തർക്കും വേറെ വേറെ കൂലികൾ. അത് നമ്മുടെ വിശ്വാസം ആ കർമ്മങ്ങൾക്ക് പിന്നിൽ എത്രമാത്രം ശക്തമാണെന്ന് നോക്കിയിട്ടാണ് ഉണ്ടാകുക. പിന്നെ എന്ത് ചെയ്യും, അവന്റെ അനുഗ്രഹത്തിൽ നിന്നും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവൻ വർദ്ധിച്ചു പിന്നെ സവാബില്ലതിലം തന്നൽ അഹ്മാൽ, അതായത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത്, എല്ലാം അള്ളാഹ് എക്സ്ട്രാ തരികയാണ്, അധികം തരികയാണ്. എന്ന് പറഞ്ഞാൽ നമ്മക്ക് ചിന്തിക്കുക, സ്വർഗം എന്നുള്ളത് എത്രമാത്രം ഉന്നതമാണോ അത്രമാത്രം ഉന്നതമായ ആ സ്വർഗം ഒരു മനുഷ്യന് ഹ്രസ്വമായ ഒരു ജീവിത കാലഘട്ടത്തിലെ അവന്റെ ദുർബലമായ ജീവിത അവസ്ഥയും ഈമാനും പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരാൾക്കും നേടാൻ പറ്റുന്നതല്ല എന്ത് സ്വർഗം. അങ്ങനെ സ്വർഗം കിട്ടൂല. നബിന് പറഞ്ഞില്ലേ, ലയുൻജാഹദൻ അമലു, അമല് കൊണ്ട് ഒരാളും രക്ഷപ്പെട്ടു പോകൂല എന്ന്. അപ്പൊ നിങ്ങളോന്ന് ചോദിച്ചു, വല അന, ഞാനും ഇല്ലാന്ന്. ഇന്റെ കർമ്മങ്ങൾ കൂട്ടിയിട്ട് അതിന് തത്തുല്യമായൊരു പ്രതിഫലം നിലക്ക് സ്വർഗം തരാൻ കഴിയൂല. അപ്പൊ സ്വർഗം എത്ര? അതാണ് അള്ളാഹ് പറഞ്ഞത്, വയസീദുഹും മിൻ ഫദ്ലി, അള്ളാഹ് ഔദാര്യം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഉണ്ടാകണത് മനസ്സിലെ. അപ്പോ ആ ഔദാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? വദഖല ഫീ ദാലിക കുല്ലു മാ ഫിൽ ജന്ന മിൻ മആകിരിം വൽ മശാരി വൽ മനാഖി വൽ മനാദിർ വസ്സുറൂർ, അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ, സന്തോഷങ്ങൾ, ഇണകൾ, പാനീയങ്ങൾ, ഭക്ഷണങ്ങളെല്ലാം. അതേപോലെ തന്നെ നഈമുൽ ഖൽബി വറൂഹ്, മനസ്സിന്റെ സന്തോഷങ്ങൾ, മനസ്സിന്റെ ആഹ്ലാദം, ശാരീരികമായിട്ടുള്ള മനുഷ്യന്റെ അനുഗ്രഹങ്ങൾ എല്ലാം. ബൽ യദ്ഖുലു ഫീ ദാലിക കുല്ലു ഖൈറിൻ ദീനിയ്യിൻ വ ദുനിയവിയ്യിൻ റത്തബ അലൽ ഈമാനി വൽ അമലി സ്വാലിഹാത്ത്, ഈമാനും അമലി സ്വാലിഹാത്തിനും അനുബന്ധമായി വരുന്ന നന്മകളാണ് ഇതൊക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും എല്ലാ സന്ദർഭങ്ങളിലും കൂടുതൽ കൂടുതൽ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ വിശ്വാസം മനുഷ്യനെ വിനയാന്വിതനാക്കും, അവന് വലിയ പ്രതിഫലം നേടിക്കൊടുക്കും. ഇനിയോ വഅമ്മല്ലദീനസ്തൻകഫൂ വസ്തക്ബറൂ ഫയുഅദ്ദിബുഹും അദാബൻ അലീമാ. വഅമ്മല്ലദീനസ്തൻകഫൂ, എന്നാൽ എന്താണ്? വിസമ്മതം കാണിച്ചവർ. ആ വാക്ക് നേരത്തെ വന്നതാണ്. വൈമനസ്യം കാണിച്ചവർ. എന്തിന് വൈമനസ്യം? എന്തിന്? അൻ ഇബാദത്തില്ല, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വൈമനസ്യം കാണിച്ച ആളുകൾ. വസ്തക്ബറു, അഹങ്കരിക്കുകയും ചെയ്തു. ഈ വാക്ക് വെച്ചിട്ടാണ് എന്ത് വിശ്വാസമില്ലാത്ത ആളുകളെ കുറിച്ചാണ് ഇനി പറയണത്. ആദ്യം വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു, പിന്നെ വിശ്വാസമില്ലാത്തവരെ കുറിച്ച് പറഞ്ഞു. അപ്പൊ വിശ്വാസമില്ലാത്തവരെ കുറിച്ച് പറഞ്ഞപ്പോൾ വൈമനസ്യം കാണിക്കുന്നവരും അഹങ്കരിക്കുന്നവരും എന്ന് പറഞ്ഞതുകൊണ്ട് അഹങ്കാരമെന്നത് വിശ്വാസത്തിന് വിരുദ്ധമായ ഒന്നാണ്. നമ്മുടെ ഈമാൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തുണ്ടാവൂല? അഹങ്കാരം ഉണ്ടാവൂല. നമ്മൾ നിസ്സഹായനല്ലേ? അള്ളാന്റെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ എത്രമാത്രം താൻ നിസ്സഹായനാണെന്ന് അവൻ എന്ത് ചെയ്യും? മനസ്സിലാവും.
ഫയുഅദ്ദിബുഹും അദാബൻ അലീമ. അവൻ എന്ത് ചെയ്യും? അവൻ കഠിന വേദനാജനകമായ ശിക്ഷ, വേദനയേറിയ ശിക്ഷ അവനെ ശിക്ഷിക്കുന്നതാണ്. വേദനയേറിയ ശിക്ഷ അവനെ ശിക്ഷിക്കും. നമ്മൾ ശരിക്ക് നരകത്തെക്കുറിച്ചൊന്ന് മനസ്സിരുത്തി വായിക്കുമ്പോൾ അള്ളാഹു ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ അതെന്തുമാത്രം ഭയാനകമാകുന്ന ആലോചിച്ചാൽ തന്നെ നരകം പിടുത്തം കിട്ടും. അതാണ് ഈ നാറുല്ലാഹിൽ മൂക്കഥ. നാറുല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് ചേർത്താ പറഞ്ഞത്. അള്ളയാണ് നരകത്തിന്റെ തീ കത്തിക്കുന്നത്. അതുകൊണ്ട് പടച്ചോൻ കത്തിച്ച തീ അതെന്താവൂല, അത് ചെറുതാവൂല. നരകത്തിന്റെ ഭയാനകത പറയുമ്പോൾ അള്ളാന്റെ തീ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഭയാനകത കിട്ടുന്ന പറയണത്. ഇനിയും നാറുല്ലാഹിൽ മൂക്കഥ, കത്തിക്കപ്പെടുന്ന, അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലത്തി തത്തലിയോ അലൽ അഫ്ഇദ, അത് പുറത്തെ ബാഹ്യ ശരീരത്തിൽ മാത്രം നിൽക്കൂല. ആ തീ എന്ത് ചെയ്യും? മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കൂടെ എന്ത് ചെയ്തും? അത് കത്തി പടരും. നാറുല്ലാഹിൽ മൂക്കഥ അല്ലത്തി തത്തലിയോ അലൽ അഫ്ഇദ ഇന്നഹ അലൈഹിം മുഅ്സദ ഫി അമദിൻ മുമദ്ദദ. അടച്ചുപൂട്ടപ്പെട്ടതാണ്. ഇനി അടച്ചുപൂട്ടപ്പെട്ട നരകത്തിൽ നിന്ന് പുറത്തു കടക്കാമെന്ന പ്രതീക്ഷയുമില്ല. നീട്ടിയിടപ്പെട്ട ദണ്ടുകൾ എന്താണ്? അതുകൊണ്ട് ആ നരകത്തിന്റെ കവാടങ്ങൾ ബന്ധാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു പുറത്തേക്ക് എന്ത് ചെയ്യൂല, വരില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഫയുഅദ്ദിബുഹും അദാബൻ അലീമ വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസ്വീറാ. എന്താണ്? അള്ളാഹുവിന് പുറമെ ഒരു രക്ഷാധികാരിയെയും ഒരു സഹായിയെയും അവർ തങ്ങൾക്ക് കണ്ടെത്തുകയുമില്ല. അതാണ് ഭയങ്കരമായ നിരാശ. ലാ യജിദൂന അഹദൻ മിനൽ ഖൽഖ് യതവല്ലാഹു ഫയഹ്സുൽ ലഹുൽ മത്ലൂബ്. അവർ തങ്ങൾക്ക് അപ്പോൾ വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ, തങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരാളെയും അവർ കാണൂല എന്നാണ്. വലാമൻ യൻസുറുഹും, സഹായിക്കുന്ന ഒരാളെയും. ഫയദ്ഫഉ അൻഹുൽ മർഹൂം, അവർ പേടിക്കുന്ന കാര്യത്തിൽ നിന്ന് അവരെ പ്രതിരോധിക്കാൻ ഒന്നും ഉണ്ടാവില്ല. ബൽ ഖദ് തഖല്ല അൻഹും അർഹമുർ റഹീമീൻ വതറകഹും ഫി അദാബിഹിം ഖാലിദീൻ. അവിടെ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അള്ളാഹ് കൈയൊഴിച്ചാൽ പിന്നെ കൈയൊഴിച്ചത് തന്നെ ഏതാണ്? പിന്നെ ഒരാളും അവന്റെ വിധിയെ തടുക്കാൻ പറ്റുന്ന ഒരാളെയും അവിടെ കണ്ടെത്തുകയില്ല എന്ന്. അപ്പൊ യാതൊരു പ്രതീക്ഷയും അവർക്ക് അവിടെ ഉണ്ടാവുകയില്ല എന്നതാണ് പറയുന്നത്. അപ്പൊ എത്രമാത്രം വലിയ നിരാശയാണ് ഒരവിശ്വാസിക്ക് നാളെ പരലോകത്ത് വെച്ചുണ്ടാവുന്നത് എന്നാണ് അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ വിശ്വാസവും സൽപ്രവർത്തനങ്ങളും ഒരു മനുഷ്യനെ പരിപൂർണനാക്കുന്നു. അത് അവന് വലിയ പ്രതിഫലങ്ങൾ നേടിക്കൊടുക്കുന്നു. അള്ളാഹു പ്രതിഫലത്തിന് അപ്പുറത്തേക്കുള്ള വർധനകൾ നൽകിക്കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? സ്വർഗത്തിൽ വിശാലമായ സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്ന അവിശ്വാസിക്ക് വേദനാജനകമായ ശിക്ഷയാണ്. അവരവിടെ ഒരു സഹായിയെയും കണ്ടെത്തുകയില്ല എന്നാണ്. ഇനി നോക്കൂ. യാ അയ്യുഹന്നാസു ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീനാ. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, എല്ലാ മനുഷ്യരെയാണ് വിളിക്കണത്. എല്ലാ മനുഷ്യരെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസി എന്ന നിലക്ക് ഈ ദീന് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖവും സമാധാനവും അത് നമ്മൾക്ക് മാത്രമുള്ളതാണ്. അത് ഇത് സ്വീകരിക്കാത്തവർക്ക് ഈ ദുനിയാവിലില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഇതേ മാനസികാവസ്ഥയും സ്വസ്ഥതയും സമാധാനമൊക്കെ ഈ വിശ്വാസമില്ലാത്തവരും അനുഭവിക്കുന്നുണ്ടാവും. ഒരിക്കലുമില്ല. വേറെന്തൊക്കെ ജീവിതത്തിൽ മനുഷ്യരുണ്ടെങ്കിലും അത് ഇതുകൊണ്ട് കിട്ടേണ്ടത് വേറൊന്നുകൊണ്ട് കിട്ടൂല. കിട്ടുമെങ്കിൽ ഈ ദീനിന് എന്ത് പ്രസക്തിയുള്ളത്? മറ്റുള്ളവർക്ക് അതില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ യാ അയ്യുഹന്നാസ്, ഇത് നിങ്ങൾക്ക് ഞാൻ തന്നു ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ, ഈ വെളിച്ചം അള്ളാഹ് എല്ലാ മനുഷ്യന്മാർക്കും കൊടുത്തതാണ്. ഈ വെളിച്ചത്തിന്നേ അത് മനുഷ്യന് കിട്ടുള്ളൂ. അത് വേറെ എവിടുന്നും എന്ത് ചെയ്യൂല, കിട്ടൂല.
യാ അയ്യുഹന്നാസേ ജനങ്ങളെ ഖദ് ജാഅക്കും നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു ബുർഹാനും മിർ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു രേഖ. ബുർഹാൻ രേഖ, പ്രമാണം, തെളിവ് എന്നൊക്കെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഉറപ്പ്, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു തെളിവ്. ഹുജ്ജജുൻ ഖാത്തിഅ അലൽ ഹഖ് തുബയ്യിനുഹു വ തുവല്ലിഹുഹു സത്യത്തെ വ്യക്തമാക്കി തരുന്ന ഏറ്റവും നല്ല ഒരു തെളിവ്. അതാണ് വന്നത്. മനസ്സിലായി? അതാണ് നമ്മൾ ദീനിന്റെ കാര്യമല്ലാത്ത ഭൗതികമായ ഏതെങ്കിലും കാര്യം 100% ശരി എന്നുള്ള ഉറപ്പിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റൂല. ഒരു വിഷയവും അതന്നെ 100% ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റൂല. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റിയത് അള്ളാഹും റസൂലും പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് ഉറപ്പാണ്. ഉറപ്പ്. ഇപ്പം നമ്മളിപ്പോ മാംസം കഴിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ തകരാറുകളൊക്കെ ആൾക്കാർ പറഞ്ഞാൽ അമിതമായി പടച്ചോൻ ഖുർആൻ കഴിക്കാൻ പറഞ്ഞാലേ അല്ലേ, അത് പറയുന്നതോട് കൂടെ നമ്മളെല്ലാ ഡൗട്ടും തീർന്ന്. മനസ്സിലായി? ആ അള്ളാഹ് ഭക്ഷിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ നമ്മളോട്. അപ്പം നമുക്ക് 100% ഉറപ്പായിട്ട് ഏത് മാത്രമേ ഉള്ളൂ? ഖുർആൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പറഞ്ഞ എല്ലാ നന്മകളും ഖുർആനിലുണ്ട്. ഒരു മനുഷ്യന് വേണ്ട എന്തെല്ലാം പോസിറ്റീവുകളുണ്ട് അത് മുഴുവൻ ഖുർആനിൽ കിട്ടും. അതിന്റെ ബേസ് ഉണ്ട്. ഒരു മനുഷ്യൻ എന്തിൽ നിന്നൊക്കെ മാറി നിൽക്കണമോ അതിനെക്കുറിച്ചുള്ള എല്ലാ വിശദീകരണങ്ങളും ഖുർആനിലുണ്ട് എന്നാ പറഞ്ഞു കേട്ടോ. പിന്നെ അപ്പോ ഏറ്റവും വലിയ പ്രമാണം തെളിവ് ഇതെല്ലാം പെടുന്ന പറഞ്ഞു. സനുരീക്കും ആയാത്തിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിനെയും പരലോകത്തേക്ക് ബോധ്യപ്പെടുന്നത് അതൊക്കെ തെളിവുകളും പ്രമാണങ്ങളുമായിട്ട് പറയാൻ പറ്റും. വ അൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. വ അൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. ഏതാണ് ആ നൂർ മുബീൻ? ഹുവ ഹാദൽ ഖുർആനുൽ അദീം. ഈ മഹത്തായ ഖുർആനെ കുറിച്ച് അല്ലാഹ് പറയാണ് വ അൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. വ്യക്തമായ ഒരു പ്രകാശത്തെ ഞാൻ നിങ്ങളിലേക്ക് എന്തിയിരുന്നു ഇറക്കി തന്നിരിക്കുന്നു എന്നാണ്. വ്യക്തമായ മുബീൻ. നൂറ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? വെളിച്ചം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അറിയോ? വെളിച്ചം തന്നെ എന്താണ്? ഏറ്റവും അധികം വ്യക്തതയോടുകൂടെ കാണുന്നതാണ് എന്ത്? വെളിച്ചം. നമുക്ക് വളരെ എത്ര വിദൂരത്ത് നിൽക്കുന്ന ഒന്നിനെ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അത് എന്തിനെ ഏറ്റവും അധികം കാണാൻ പറ്റുക? വെളിച്ചത്തെയാണ് കാണാൻ പറ്റുക. അത് ലൈറ്റ് ഹൗസുകളൊക്കെ കടലിലൊക്കെ എത്ര ദൂരം നമുക്ക് ലൈറ്റ് കാണാൻ പറ്റും. വ്യക്തതയുള്ളതാണ് വെളിച്ചം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അതിന്റെ വിശേഷമാണ് പറയുന്നത് എന്ത്? മുബീന. വ്യക്തമായ വെളിച്ചം എന്ന് പറയുമ്പോഴോ വെളിച്ചം എന്ന് പറഞ്ഞാൽ തന്നെ മതി. അതിന്റെ വ്യക്തമായ വെളിച്ചം എന്നുകൂടെ പറയുമ്പോൾ എത്ര അതാണ്. ഖദീഷ്തമല അല ഉലൂമിൽ അവ്വൽ വൽ ആഖിരീൻ വൽ ഹബാരി സ്വാദിഖാൻ നാഫിയ. പൂർവികരുടെയും പിൽക്കാലക്കാരുടെയും എല്ലാവരുടെയും വർത്തമാനങ്ങൾ അതിലുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ എല്ലാ നന്മകളും എല്ലാ അൻകുല്ലി ദുൽമിൻ വശറിൻ എല്ലാ തിന്മകളെയും അത് വിരോധിക്കുന്നു. അപ്പോ ഫന്നാസ് ഫീ ളുലുമ. ഖുർആന്റെ വെളിച്ചം കിട്ടാത്ത എല്ലാ ജനങ്ങളും ഇരുട്ടിലാണ്. ഇല്ലം യസ്തദീഉ ബി അൻവാരിഹി. ഖുർആനിന്റെ വെളിച്ചം കൊണ്ടൊരാൾ പ്രകാശം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ ഇരുട്ടിലാണ് എന്നാണ്. ഖുർആൻ കൊണ്ട് വെളിച്ചം കിട്ടാത്തവൻ ഇരുട്ടിലാണ്. ഖുർആനിന്റെ വെളിച്ചം കിട്ടാത്ത ഒരുത്തൻ എന്താണ്? ഇരുട്ടിലാണ് എന്നാണ്. ഫി ശഖാഇൻ അളീം ഇല്ലം യഖ്തബിസു മിൻ ഖൈരിഹി. ഖുർആന്റെ നന്മ സ്വീകരിക്കാത്തവൻ ഏറ്റവും വലിയ ദൗർഭാഗ്യത്തിലും കഷ്ടപ്പാടിലുമാണ് അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അള്ളാഹു നമുക്കൊക്കെ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ദീനാണെന്നുള്ളതാണ്. ദീനാണ്. ശരിക്കും നമ്മൾ ദീനിനോട് കുറച്ച് അടുത്ത് നിൽക്കണ മാനസികമായും പ്രവർത്തനത്തിലും എല്ലാറ്റിലും നമ്മൾ ആ സമയത്തുണ്ടാകുന്ന ഒരു മൂഡ് ഉണ്ടല്ലോ നമുക്ക്. ആ ഒരു മൂഡ് നമുക്ക് അല്ലാത്ത സമയത്ത് കിട്ടൂല. അതിൽ വരുന്ന ഒരു വേരിയേഷൻ വ്യത്യാസം
അത് നമ്മുടെ ഈമാനും ഇതനുസരിച്ചിട്ട്. അപ്പം നമ്മൾ ഏറ്റവും അള്ളാഹുവിന് സ്തുതി പറയേണ്ട ഒരു കാര്യമാണ്. അതായത് പരലോകത്തിന് എന്തായാലും സ്തുതി പറയും. അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ പടച്ചോനെ, ഈ സന്മാർഗത്തിലേക്ക് ഞങ്ങൾ ആക്കിയതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ ഈ സ്വർഗത്തിലെത്തിയെന്ന് മനുഷ്യൻ പറയുന്നതാണ്. ഈ ദുനിയാവിൽ അങ്ങനെ തന്നെയാണ്. ഈ സത്യം ഉൾക്കൊള്ളാത്ത, ഈ വെളിച്ചം കിട്ടാത്ത ആൾക്കാർ അനുഭവിക്കുന്ന ആ ഇരുട്ടിൽ നമ്മൾ പെട്ടില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷവും സമാധാനം. അതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ എന്ത് ചെയ്യുക, ഖുർആനിലേക്ക് ഇറങ്ങി അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ശരിയായി ഉൾക്കൊണ്ട് എന്ത് ചെയ്യണം, കൂടുതൽ ദീനിയായി ജീവിക്കുമ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഇഹലോകത്തും പരലോകത്തും വർദ്ധിച്ച് കിട്ടുന്നതാണ്. യാ അയ്യുഹന്നാസു ഖദ് ജാഅക്കും ബുർഹാനും മിർ റബ്ബിക്കും വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിങ്കിൽ നിങ്ങൾക്ക് ഖണ്ഡിതമായ ഒരു രേഖ വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് നാം സ്പഷ്ടമായ ഒരു പ്രകാശം ഇറക്കിത്തരികയും ചെയ്തിരിക്കുന്നു. അടുത്തത് فَأَمَّا الَّذِينَ آمَنُوا بِاللَّهِ وَاعْتَصَمُوا بِهِ فَسَيُدْخِلُهُمْ فِي رَحْمَةٍ مِّنْهُ وَفَضْلٍ وَيَهْدِيهِمْ إِلَيْهِ صِرَاطًا مُسْتَقِيمًا. فَأَمَّا الَّذِينَ آمَنُوا, എന്നാൽ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ. فَأَمَّا الَّذِينَ آمَنُوا, അതായത് ഇപ്പം നമ്മൾ ഖുർആനെ കുറിച്ചല്ലേ പറഞ്ഞത്. ആ ഖുർആനിനെ കൊണ്ട്, അതിൽ വിശ്വസിച്ച് അതിനെക്കൊണ്ട് ഈമാൻ, അതിനെക്കൊണ്ട് പ്രയോജനമെടുക്കുന്ന ആളുകൾ രണ്ട് വിഭാഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഏതാണ് ഒന്നാമത്തെ വിഭാഗം? അമ്മല്ലദീന ആമനു ബില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുക. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് ഉണ്ട് എന്ന് അംഗീകരിക്കാം. അള്ളാഹുവിൻ്റെ എല്ലാ നാമഗുണ വിശേഷണങ്ങളും അതുപോലെ നമ്മൾ സ്വീകരിക്കാം. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും തകരാറുകളിൽ നിന്നും പരിശുദ്ധനാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ അള്ളാഹുവിനെ ശരിയായി എന്തേ വിശ്വസിക്കാം. വഅതസമൂ ബിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വിശാലമാണ് ആശയം. ഒന്ന്, ലജഉ ഇലല്ലാഹ് വഅതമദു അലൈഹി, അള്ളാഹുവിൽ അഭയം തേടുക. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് ചെയ്യും, അത് അള്ളാഹു എനിക്കതിലൊരു പരിഹാരമുണ്ടാക്കും എന്ന ആ ഒരു തവക്കുൽ, എല്ലാം അള്ളാഹുവിൽ എന്ത് ചെയ്യുക, ഭരമേൽപ്പിക്കുക. അതാണ് ഒന്ന്. അതേപോലെ തന്നെ എല്ലാ സന്ദർഭങ്ങളിലും അവനോട് എന്ത് ചെയ്യുക, ഇസ്തിആനത്ത്, അവനോട് നമ്മൾ രക്ഷ തേടുക. മറ്റൊന്ന്, അള്ള പറഞ്ഞതനുസരിച്ച് ജീവിക്കാം. അള്ളാഹിനെ മുറുകെ പിടിക്കാന്നാൽ അള്ള പറഞ്ഞതനുസരിച്ച് ജീവിക്കാം. അള്ളാഹു എന്തെല്ലാം കൽപ്പിച്ചോ എന്തെല്ലാം വിരോധിച്ചോ അതെല്ലാം ശരിയായി ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, ശരിയായി ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ ഫസയുദ്ഖിലുഹും ഫി റഹ്മത്തിൻ മിൻഹു, അവൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യത്തിലും ഔദാര്യത്തിലും അള്ളാഹു എന്ത് ചെയ്യും, പ്രവേശിക്കുന്നതാണ്. അവൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യത്തിലും അനുഗ്രഹത്തിലും അവൻ പ്രവേശിപ്പിച്ചേക്കും. ഏതാണത്? ഫസയതഗമ്മദുഹും ബിർറഹ്മത്തിൽ ഖാസ, അള്ളാഹു പ്രത്യേകമായ കാരുണ്യം കൊണ്ട് അവരെ പൊതിയും. അള്ളാഹിന്റെ കാരുണ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരുണ്യമാണ് എന്തറിയോ, ഫയുവഫ്ഫിഖുഹും ലിൽ ഖൈറാത്ത്, നല്ലത് പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് കിട്ടുക. നമ്മൾ നന്നായി വന്നാൽ, നമ്മൾ നന്നാവാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നന്നാവാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു തരും. ഒരടിമക്ക് അള്ളാഹു ചെയ്തിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. എന്ത് കാര്യങ്ങൾ? നല്ലവനായി ജീവിക്കാനും നല്ലതനുസരിച്ച് പ്രവർത്തിക്കാനും നല്ലത് ചെയ്യാനുമുള്ള ഒരു മനസ്സും സാഹചര്യവും തൗഫീഖും തരിക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു തരുന്ന വലിയൊരു അനുഗ്രഹമാകുന്നു എന്നാണ്. മനസ്സിലായില്ലേ? വയുവഫ്ഫിഖുഹും ലിൽ ഖൈറാത്ത്, അതേപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യും, വലിയ പ്രതിഫലങ്ങൾ കൊടുക്കും. വയദ്ഫഉ അൻഹുമുൽ ബലിയാത്ത് വൽ മക്റൂഹാത്ത്, പരീക്ഷണങ്ങളിൽ നിന്നും അവർക്ക് അനിഷ്ടകരമായ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു അവരെ എന്ത് ചെയ്യും, അള്ളാഹു അവരെ കാക്കും. നമ്മൾ ശരിക്കും പടച്ചോനെ
ഉൾക്കൊണ്ട് മുറുകെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. അള്ളാന്റെ അടുത്ത് എത്ര ഉണ്ട്? ആ അള്ള നമുക്ക് തരാൻ വിചാരിച്ചാൽ എന്തൊക്കെ തരാം നമുക്ക്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മളെ പൊതിയും. അള്ളാഹുവിനെടുക്കുന്ന പ്രതിഫലങ്ങൾ കിട്ടാവുന്ന നന്മകൾ ചെയ്യാൻ നമുക്ക് അവൻ അവസരമുണ്ടാക്കി തരും. വലിയ പ്രതിഫലങ്ങൾ തരും. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു എന്ത് ചെയ്യും? കാക്കും. ഇതൊക്കെയാണ് പടച്ചോനെ മുറുകെ പിടിച്ചാൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഗുണങ്ങൾ. അവന്റെ അടുക്കുന്നുള്ള അനുഗ്രഹവും കാരുണ്യവും ത്തിലും അവൻ അവരെ പ്രവേശിപ്പിക്കും. വയഹ്ദീഹിം ഇലൈഹി സിറാത്തം മുസ്തഖീമാ. പിന്നെ സിറാത്തുൽ മുസ്തഖീം, ആ സിറാത്തുൽ മുസ്തഖീമിൽ അവന്റെ അടുക്കലേക്ക് അവൻ അവരെ നയിക്കും. വയഹ്ദീഹിം, അവൻ അവരെ നയിക്കും, ഇലൈഹി അവങ്കലേക്ക്, അള്ളാഹുവിങ്കലേക്ക്. സിറാത്ത മുസ്തഖീമ, ഒരു ചൊവ്വായ പാതയിൽ, നേരായ പാതയിൽ. അപ്പം നമ്മൾ സിറാത്ത് എന്ന് പറയുമ്പോൾ വഴി, മുസ്തഖീം പറഞ്ഞാൽ ചൊവ്വായ വഴി എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെന്താ എവിടേക്കുള്ള വഴിയെന്ന് ഒരു ചോദ്യം അവിടെ സ്വാഭാവികമാണ്. വഴി എന്ന് നമ്മൾ പറഞ്ഞാൽ അവിടെ ഒരു ചോദ്യമുണ്ട്. എന്ത്? എവിടേക്കുള്ള വഴി? ആ വഴിയിലൂടെ എവിടേക്കെത്തും? എവിടേക്കെത്തും? അതെവിടേക്കെത്താ? സ്വർഗത്തിലേക്കെത്തും. അല്ലെങ്കിൽ വയഹ്ദീഹിം ഇലൈഹി, അള്ളാഹുവിലേക്കെത്തും. അള്ളാഹുവിലേക്ക് എത്താനും സ്വർഗത്തിലേക്ക് എത്താനുമുള്ള വഴി, അള്ളാഹുവിലേക്കും സ്വർഗത്തിലേക്കും എത്താനുള്ള വഴിയാണ് സിറാത്ത്. പിന്നെ മുസ്തഖീം, മുസ്തഖീം എത്താനുള്ള വഴി സ്വർഗത്തിലേക്കും അള്ളാഹുവിലേക്കും എത്താനാണെന്ന് പറഞ്ഞ് ധാരാളം വഴികൾ നമ്മുടെ മുന്നിൽ വരും. പക്ഷെ ആ വഴികളൊന്നും മുസ്തഖീമല്ല. അപ്പൊ അള്ളാഹ് വഴിയിലൂടെ പോന്നാ പോരാ, മുസ്തഖീമായ വഴിയിലൂടെ വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുസ്തഖീമായ വഴിയിലൂടെ വന്നാലുള്ളൂ, ചൊവ്വായ വഴിയിലൂടെ വന്നാലുള്ളൂ സ്വർഗത്തുക്കും അള്ളാഹിന്റെ അടുത്തേക്കും എത്തുക. അതാണ് അവരെ വയഹ്ദീഹിം ഇലൈഹി സിറാത്തം മുസ്തഖീമ, നേരായ ചൊവ്വായ മാർഗത്തിലൂടെ അവങ്കലേക്ക് അവരെ അവൻ നയിക്കുകയും ചെയ്യും. അള്ളാഹു അവരെ യഥാർത്ഥ പാതയിൽ അവരെ അള്ളാഹു പ്രവേശിപ്പിക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അവരെ എത്തിക്കും എന്നാണ്. വമൻ യുഅ്മിൻ ബില്ലാഹി വയഅ്തസിം ബിഹി വയതമസ്സക് ബികിതാബിഹി, അള്ളാഹുവിൽ വിശ്വസിച്ച് അവനെ മുറുകെ പിടിച്ച് അവന്റെ വേദഗ്രന്ഥത്തെ മുറുകെ പിടിച്ചാൽ എന്താണ്? അവനെ ശരിയായ ഒരാൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും അവന്റെ. എന്നാൽ വമൻ ലം യുഅ്മിൻ ബില്ലാഹി, അള്ളാഹുവിൽ ആര് വിശ്വസിച്ചിട്ടില്ലയോ, അള്ളാഹുവിനെ മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ മനഅഹും മിർ റഹ്മത്തിഹി, ഓൻ അള്ളാഹ് കാരുണ്യം തടയും. തിരിച്ചും മനസ്സിലാക്കണം എന്നാണ്. ഇതൊക്കെ കൊടുക്കുന്ന പറഞ്ഞാൽ അതൊന്നും ഇല്ലാത്തവന് ഇതൊന്നും കിട്ടൂല എന്നും കൂടി മനസ്സിലാക്കണം. ആരെങ്കിലും അള്ളാഹിനെ മുറുകെ പിടിച്ചില്ലെങ്കിൽ എന്തായിരിക്കും? മനഅഹും മിർ റഹ്മത്തിഹി, അള്ളാഹ് കാരുണ്യം തടയും. വഹറമഹും മിൻ ഫളിഹി, അവന്റെ ഔദാര്യം അവൻ ഇല്ലാതെയാക്കും. പിന്നെ എന്ത് ചെയ്യും? അവർക്ക് സന്മാർഗം അവൻ കൊടുക്കൂല. ബൽദല്ലു ദലാലൻ മുബീന, അവർ വ്യക്തമായ വഴികേടിലായിത്തീരും. എന്താണ്? ഉഖൂബത്തൻ ലഹും അലാ തർക്കിഹിമുൽ ഈമാൻ, ഈമാൻ ഉപേക്ഷിച്ചതിന്റെ ശിക്ഷയാണത്. ഫഹസലത് ലഹുമുൽ ഖൈബ വൽ ഹിർമാൻ, പരാജയവും ഇല്ലായ്മയും അവർക്കുണ്ടാകുന്നതാണ്. നസ്അലുഹു തആല അൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത്ത്, അല്ലാഹുവോട് നമ്മൾ സൗഖ്യത്തെയും ക്ഷേമത്തെയും അല്ലാഹുവോട് നമ്മൾ ചോദിക്കുന്നു എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞതിന്റെ ചുരുക്കം.